ഇപ്പോൾ വി സജിത്ത് ഉണ്ട്, റിട്ടയർഡ് RTO ആണ് അദ്ദേഹം. ശ്രീ സജിത്ത്, ആ അപകടം ആദ്യം കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മൾ കരുതിയത് KSRTC ബസ് ഇടിച്ചുണ്ടായിട്ടുള്ള ഒരു അപകടമാണ് എന്നതാണ്. പക്ഷേ അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ വാഹനം സ്കിഡ് ചെയ്ത് KSRTCക്ക് മുന്നിലേക്ക് എത്തുകയായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. താങ്കൾക്ക് ആ അപകടത്തിന്റെ സ്വഭാവം കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് മനസ്സിലാകുന്നു? ഇന്നലെ വിടരാൻ കൊതിച്ച് ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷകളായിട്ടുള്ള 5 കുരുന്നുകള്, നാളത്തെ പ്രതീക്ഷകള്, അവരുടെ ജീവൻ അകാലത്തിൽ പൊരിഞ്ഞതിലുള്ള സങ്കടവും വിഷമവും അറിയിക്കാം. ഇത് പുതുതായിട്ട് ജോയിൻ ചെയ്ത MBBSന്റെ ഫസ്റ്റ് ഇയർ കുട്ടികളാണെന്ന് പറഞ്ഞു. ആ കുട്ടികൾ തമ്മിൽ ഒരു ബോണ്ടിങ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്, അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ആരൊക്കെ ഏതൊക്കെ സ്കിൽസ് ഉള്ളവരാണ്. ഡ്രൈവിങ് ചിലപ്പോൾ ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ പോലും ആ ലൈസൻസിനകത്ത് എത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു ബൈപ്പാസിനടുത്ത് അകത്തേക്ക് ആലപ്പുഴ ടൗണിലേക്ക് കയറുന്ന ഒരു പോർഷനാണ്. ആ പോർഷനിൽ ശരിക്കും ഒരു ജംഗ്ഷൻ എന്ന രൂപത്തില് വളരെ വൈഡായിട്ടുള്ള നേർക്കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ അത് മഴ സമയമാകുമ്പോഴത്തേക്കും വാഹനങ്ങളുടെ ടയറുകൾ ഈ വെള്ളത്തിനകത്ത് പൊങ്ങി നിൽക്കുന്ന ഒരു ഹൈഡ്രോഫോളിക് എഫക്റ്റ് ഉണ്ടാവും. അതായത് ഒരു ഭാരമുള്ള വസ്തു വെള്ളത്തിനകത്ത് കിടക്കുമ്പോൾ അതിന്റെ വെയിറ്റ് അതിന്റെ ആ വെള്ളത്തിന്റെ മുകളിലായിരിക്കും ഇരിക്കുക. അപ്പൊ അതിന്റെ ടയറുകൾക്ക് വേണ്ടത്ര ഗ്രിപ്പ് കിട്ടില്ല. അപ്പോ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് താഴ്ന്ന ഗിയറിലേക്കൊക്കെ ഇട്ടിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് വേണം വരാൻ. അങ്ങനെ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് വരാനായിട്ടുള്ള മുൻകരുതല് ആ ജംഗ്ഷനെ കുറിച്ച് അറിയാത്ത ഒരു ആളാണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്ത് കാണത്തില്ല. അതുകൊണ്ട് ആ വന്ന അതേ സ്പീഡിൽ തന്നെ ഒരു മെയിൻ റോഡ് പോലെ തന്നെ നാഷണൽ ഹൈവേയും ഇതും ഒരു മെയിൻ റോഡ് പോലെ തന്നെയാണ്. അപ്പൊ അതേപോലത്തെ സ്പീഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് ആ KSRTC ഡ്രൈവർ അവരുടെ സൈഡിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ മുന്നിലേക്ക് യഥാർത്ഥ ഡ്രൈവർ പെട്ടെന്ന് കൺട്രോൾ അല്ലാത്തതുകൊണ്ട് ബ്രേക്ക് പിടിച്ചിരിക്കാം. പക്ഷെ ഈ 2010 മോഡൽ വണ്ടി എന്ന് വെച്ചാൽ 14 വർഷമാകുന്ന വണ്ടിക്ക് ശേഷം മെയിൻ്റനൻസിനകത്ത് ഈ ഫ്ലൂയിഡ് മാറ്റുക, ബ്രേക്ക് പെഡൽ മാറ്റുക, അങ്ങനെയുള്ള ഒരു പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഉണ്ട്. അതൊക്കെ രണ്ടാമത്തെ അല്ലെങ്കിൽ 15 വർഷം എത്തുമ്പോഴത്തേക്കും അതൊക്കെ മാറ്റി പണിയണമായിട്ടുള്ള അത് ഡിസ്മാൻഡിൽ ചെയ്ത് പോകാനുള്ളതാണല്ലോ എന്നുള്ള ചില ഉടമകളുടെ ചില ഇത് വെച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള അത് റണ്ണിങ് കണ്ടീഷൻ ആയിരിക്കും, പക്ഷെ ആ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് ചെയ്ത് കാണത്തില്ല. അപ്പോൾ എന്താ വെച്ചാൽ ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ബ്രേക്ക് ഡ്രമ്മും അതും ഒക്കെ ആയിട്ട് ഒരു കഴുത്ത് ഉണ്ടാവും. അതായത് അത് സ്റ്റക്കായിട്ട് പോകും. അതായത് വീല് റോൾ ചെയ്യേണ്ട സ്ഥലത്ത് അത് റോൾ ചെയ്യാതെ അത് കടിച്ചു പിടിക്കും. ആ കടിച്ചു പിടിച്ചിട്ട് അതിന്റെ റോളിംഗ് എഫക്ട് വണ്ടിയുടെ മൂവ്മെന്റ് ഫ്രണ്ടിലേക്ക് ഉണ്ട്, പക്ഷെ വണ്ടി റോൾ ചെയ്യത്തില്ല. അങ്ങനെ അത് നിരങ്ങി എന്നാൽ അതിന്റെ വെയിറ്റ് നോർമലായിട്ട് 7 പേരാണെന്ന് പറഞ്ഞു. അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി, ആ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ ഇപ്പൊ പറഞ്ഞു കേട്ടിടത്തോളം 11-12 പേര് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ നിഗമനത്തിൽ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഓവർലോഡാണ്. ആ വാഹനത്തിനകത്ത് നോർമൽ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയേക്കാളും കൂടുതൽ വരുമ്പോഴത്തേക്കും അതിന്റെ ബ്രേക്കിംഗ് ലെങ്ത് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ടൈം ഇതൊക്കെ ഡ്രൈവറുടെ പെർഫെക്ഷനെ ഒക്കെ അധികരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ വണ്ടി ചെന്ന് ഇടിച്ച് കയറുകയാണ് ഉണ്ടായത്. ആ വണ്ടി കൺട്രോൾ തെറ്റിയിട്ട് തിരിഞ്ഞിട്ടാണ് KSRTCയുടെ സൈഡിലേക്ക് കയറിയത്. അതുകൊണ്ട് ഒരു മാരകമായ രൂപത്തിൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു അപകടമാണ് ഉണ്ടായത്. അതാണ് പ്രഥമ ദൃഷ്ട്യാ നമ്മള് ആ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും.